റേഷൻ കടയിൽ കിട്ടിയ അരി ഉണ്ടോ, ആ അരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഒരു അവലോസ് പൊടി ഉണ്ടാക്കുന്നത്. പൊതുവേ അതിന് അവലോസ് പൊടി എന്നാണ് പറയുക, നമ്മളവിടെ പൂരം വറുത്ത് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഈ ഒരു പൊടി സാധാരണ പ്രസവം കഴിഞ്ഞ സ്ത്രീകൾക്ക് ആണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ തെങ്ങിൻ പൂക്കില യൂസ് ചെയ്തിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഈ പൊടി ഉണ്ടാക്കാമെന്നും അതെങ്ങനെ കേടുവരാതെ സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എത്രത്തോളമാണ് ഇത് വേവിക്കേണ്ടതെന്നൊക്കെയുള്ള വീഡിയോ ആണിത് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ പൊടി ഉണ്ടാക്കുന്നത് ഈ തെങ്ങിൻ പൂക്കില നമുക്ക് സാധാരണ പ്രസവശേഷം ഉണ്ടാകുന്ന ഊരവേദന അതിനൊക്കെ നല്ല സാധനമാണ്. അല്ലാത്തവർക്കും കഴിക്കാട്ടോ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ അത് പ്രസവം കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായിട്ടും കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ വേണ്ടത്, അപ്പോൾ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ആ ഒരു അരി നമ്മൾ കുതിർത്തതിന് ശേഷം ഒന്ന് വെള്ളം വാരാൻ വെച്ച് പിന്നെ അത് മില്ലിൽ കൊണ്ടുപോയി പൊടിച്ചിട്ടുള്ള പൊടിയാണിത്. അതാണ് നമ്മൾ ഒരു ഉരുളിയിലിട്ട് വറുക്കുന്നത്. പിന്നെ വെള്ളം വറ്റിയ തേങ്ങ അത് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ആ ഒരു ചിരട്ടയിൽ നിന്ന് ഇങ്ങനെ അടർത്തി എടുത്തതാണ്. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ ഇതുപോലെ ഒരു ചെറിയ ഫീലിലോട്ട് തേങ്ങ വരും. അപ്പോൾ നമുക്കിപ്പോൾ സാധാരണ എത്ര അരി ആണ് അതിലേക്ക് എത്ര തേങ്ങ വേണമെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ സാധാരണ ഒരു 2 കിലോ അരി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്കൊരു 3 തേങ്ങ ഒക്കെ വേണ്ടി വരും. തേങ്ങയുടെ അളവ് കൂടുന്നതനുസരിച്ച് നല്ല ടേസ്റ്റാണ്. പിന്നെ അതിലേക്കുള്ള തെങ്ങിൻ പൂക്കുല, ഇത് സാധാരണ ഒരു തെങ്ങിൻ്റെ ഒരു പൂവിൻ്റെ ഫുള്ളായിട്ടുണ്ട്. അതും ഓവർ മൂക്കാത്ത തെങ്ങിൻ്റെയാണ്. അപ്പോൾ ഈ പൂവ് പാലിൽ പിഴിഞ്ഞിട്ട് നല്ല പോലെ വെയിലത്ത് ഉണക്കിയതാണ്. അതാണ് കിരികിരി സൗണ്ട്. അപ്പോൾ അതും ഒരു 6 മുട്ടയാണ്. അപ്പോൾ ഈ ഒരു പൊടി അടുപ്പത്ത് വെച്ച് നല്ല പോലെ ചൂടാകുന്ന സമയത്ത് 6 മുട്ട അതിൽ ഒഴിച്ചു കൊടുക്കാം. പക്ഷെ പൊടി ചൂടാകുന്ന സമയത്ത് ആ മുട്ട വെന്ത് വരും. അപ്പോൾ മുട്ട സാധാരണ പൊതുവേ പല ആൾക്കാരും ചേർക്കാറില്ല. പക്ഷെ മുട്ട ചേർത്താൽ മുട്ടയുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് വിചാരിച്ച് പേടിക്കണ്ട, പക്ഷെ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി, നമ്മളവിടെ ചെറിയ ഉള്ളി കുറച്ച് യൂസിങ് കൂടുതലാണ്, പ്രത്യേകിച്ചും പ്രസവശേഷം. അപ്പോൾ അതിലേക്ക് ചെറിയ ഉള്ളിയും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പൊടിയിലേക്കൊരു 250 ഉള്ളിയൊക്കെ എടുത്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ആ ഒരു പൊടി എത്രയാണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ എടുക്കുക, അല്ലെങ്കിൽ കുറച്ചെടുത്താലും മതി. അപ്പോൾ ഓവർ എടുത്ത് കഴിച്ചാൽ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ അതും പൊടിയിൽ കിടന്നിട്ട് നല്ല നെരിഞ്ഞ് വരും. പിന്നെ അതിലേക്ക് നല്ല ജീരകം, അത് അത്യാവശ്യം ഒരു മഗ് ഫുള്ള് പിടിയളവാണ്. അതുകൊണ്ടാണ് ഈ ഒരു ഇതിലൊന്നും ശരിക്ക് അളവ് കിട്ടാത്തത്. അപ്പോൾ അതാണ് ഞാൻ ഇതിൻ്റെയൊക്കെ അളവ് കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാമെന്ന് പറയുന്നത്. പിന്നെ അതിലേക്ക് ഇടുന്നത് കരിഞ്ജീരകം, അത് അതിലേക്ക് അവിടെ കിടന്നിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് പൊടിഞ്ഞ് വരുമ്പോൾ അതിൽ ആ ടേസ്റ്റ് അറിയില്ല. പക്ഷെ കരിഞ്ജീരകം നമ്മൾ ഫുഡിൽ എങ്ങനെയെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തുന്നത് ഏറ്റവും നല്ലതാണല്ലോ, കാരണം അത് വലിയൊരു ഔഷധമാണെന്ന് നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതും ചേർത്തിട്ടുണ്ട്. എള്ള് കിട്ടിയാൽ വേണമെങ്കിൽ ഇതിലിടാം, പക്ഷേ എള്ള് ഇതിൽ ചേർത്തിട്ടില്ല, കരിഞ്ജീരകം മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് പട്ട, പൂവ് ഇത് രണ്ടും ചേർക്കുന്നുണ്ട്. പിന്നെ ഏലക്ക ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് നെയ്യും ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൽ ചേർക്കുന്നത്. അപ്പോൾ ഈ പട്ട പൂവൊക്കെ ഓവറായിട്ട് വേണ്ട, അതിനൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊടിയിൽ പ്രത്യേകിച്ചും ഈ ഒരു പുഴുങ്ങലരിയൊക്കെ ആവുന്ന സമയത്ത് അതിനൊരു പ്രത്യേക ഒരു വേറൊരു ടേസ്റ്റാണല്ലോ. അപ്പോൾ അതിനൊന്ന് മാറ്റി ഇപ്പോൾ പച്ചരി വെച്ചിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും ഇതിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാക്സിമം ആ ഒരു പൊടി എത്രയാണോ അതിനനുസരിച്ചൊക്കെ ഒരു അളവ് തിട്ടപ്പെട്ട് എടുത്താൽ മതി, ഓവർ വേണ്ട. പിന്നെ ഈ സ്പൈസസ് ഒക്കെ കൂടിക്കഴിഞ്ഞാലും പ്രശ്നം കേട്ടോ, കാരണം അത് പെട്ടെന്ന് പൊടിയിൽ തിരിച്ചറിയും. അത് പൊടിച്ച് വേകുന്ന സമയത്ത് നമ്മൾ കഴിക്കുമ്പം ഈ ഒരു സ്പൈസസ് പ്രത്യേകമായിട്ട് തന്നെയാണ് ടേസ്റ്റ് കൂടിപ്പോയ മാതിരി തോന്നും. അപ്പോൾ കുറച്ചിട്ട് കൊടുത്താൽ മതി ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു തെങ്ങിൻ പൂക്കുലയുടെ ആ പൂവില്ലേ, അത് ഉണക്കി നല്ലപോലെ ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് പൊടിച്ചിട്ട് പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിൽ ചേർത്തിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്, അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. പിന്നെ നെയ്യും ചേർത്തുന്നുണ്ട്. നെയ്യ് എന്ന് പറഞ്ഞാൽ ഒരു 3-4 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. അത് ആ നെയ്യും കൂടി ചേർക്കുമ്പോഴാണ് അത് ശരിക്കും ഒന്ന് നെരിഞ്ഞ് വരാം. അപ്പോൾ ആ ഒരു കറക്റ്റ് പരുവം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ ഒരു സ്പൂണിലോട്ട് ഇടുമ്പോൾ കണ്ടില്ല, അതിങ്ങനെ കീഞ്ഞിങ്ങനെ ഇറങ്ങി പോകുന്ന ആ ഒരു സ്പൂണിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വരും ഇങ്ങനെ ഇളക്കി. പ്രത്യേകിച്ച് ഉരുളിയിലാവുമ്പോൾ പെട്ടെന്ന് സംഭവമാവും. അപ്പോൾ ഇങ്ങനെ ആവുന്ന സമയമാണ് നമുക്ക് ഈ ഒരു പൊടി ആയിട്ടുണ്ട് എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതുവരെ നമ്മൾ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം. തീയുടെ പാകമൊക്കെ പറഞ്ഞാൽ ഒരു ലെവലിൽ എത്തണം.
അതും പ്രത്യേകിച്ച് അടുപ്പിലുണ്ടാക്കുകയാണ് ഒന്നും കൂടി കംഫർട്ട് കേട്ടോ. ഗ്യാസിലാവുമ്പോൾ വലിയ അറിയില്ല, കാരണം ഗ്യാസിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. അടുപ്പിൽ ഉരുളി വെച്ചിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് നെരിഞ്ഞ് വരും. പിന്നെ ഇത് നമ്മൾ വായിട്ട് നോക്കിയാലൊന്ന് നെരിച്ചിലും ഉണ്ടാവും. പിന്നെ ഇത് നല്ലപോലെ വെന്ത് തണുത്ത് വരണം. ഒട്ടും ചൂടില്ലാത്ത അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യുക, പഞ്ചസാര എത്രയാണോ ടേസ്റ്റിന് വേണ്ടത് ആ ഒരു പഞ്ചസാര നമ്മൾ എന്ത് ചെയ്യുക, മിക്സിയിലിട്ട് ആദ്യം പൊടിച്ചിട്ട് ഈ ഒരു പൊടിയിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. കാരണം ഇതൊക്കെ ഒന്നും കൂടി പൊടിക്കണം, കാരണം അതിൽ നമ്മൾ ഇട്ട പട്ട പൂ എല്ലാം അവിടെ കിടക്കുകയാണല്ലോ. അപ്പോൾ അത് ഒക്കെ ഒന്ന് പൊടിച്ച് ഒന്ന് സെറ്റാക്കി വരണം. അതുപോലെ കോഴിമുട്ടൊക്കെ ചെറിയ ചെറിയ പിന്നെ എന്താ പറയുക ബോൾസായിട്ട് കിടക്കുന്നുണ്ടാവും. എന്ന് വെച്ചാൽ അത് ഒന്നും കാണൂല കേട്ടോ, അതിൽ മുട്ട എത്രണ്ണം ചേർത്തെന്ന് പോലും അതിൽ കാണൂല. അപ്പോൾ ധൈര്യമായിട്ട് ചേർക്കാം, ഒരു ടേസ്റ്റിന് ഒരു കുഴപ്പവും വരില്ല, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ സാധാരണ ചേർക്കുന്ന എല്ലാം ഞങ്ങളിവിടെ പൂരം വറുക്കുന്നതിലും മുട്ട ചേർക്കും. അപ്പോൾ മുട്ടയാണെന്ന് വിചാരിച്ച് ചിലർക്കൊക്കെ അയ്യോ അതെന്താ മുട്ട ചേർക്കുമെന്നൊക്കെ തോന്നലുണ്ടാവാം. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് തന്നെ പറയുന്നത്. എന്നിട്ട് ആ ഒരു പഞ്ചസാരയുടെ പൊടി നല്ലപോലെ അതിൽ മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഈ പൊടി കംപ്ലീറ്റ് ഒന്നും കൂടി പൊടിച്ചെടുക്കുകയാണ്. അപ്പോൾ പൊടിച്ചെടുക്കുമ്പോൾ നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒരു നല്ല തരിയിൽ പൊടി ആവുന്ന സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ഇത് ഉച്ചയ്ക്ക് ഉണ്ടാക്കി വെച്ച് രാത്രി ആകുമ്പോഴേ തണുക്കുക. അപ്പോൾ ആ ഒരു സമയത്താണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ലൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ സാധാരണ ഇത് പ്രസവം കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ രാവിലെ കുഞ്ഞ് എണീക്കുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കും വിശക്കും, ആ ഒരു സമയത്ത് ഇത് കഴിച്ചു കൊടുക്കും. അല്ലെങ്കിൽ വൈകുന്നേര സമയത്തും ഇത് കഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ 2 സമയമാണ് കഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നല്ലോണം പൊടിച്ചെടുത്തതിന് ശേഷം നല്ലൊരു ടിന്നിൽ അടച്ച് വെക്കാം, ആവശ്യത്തിന് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, കമൻറ്റ് ചെയ്യാനും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതുപോലെ കിട്ടാൻ